അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു ലഞ്ച് കോമ്പിനേഷനാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു, അപ്പം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാനിന്ന് ഓർത്തൊരു ലഞ്ച് കോമ്പിനേഷൻ കാണിക്കാമെന്ന്. നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കംപ്ലീറ്റ് വെജ് മീലാണ്. അപ്പം ഇതൊരു നല്ല കിടിലൻ കോമ്പിനേഷനാണ്. എപ്പോഴും നമ്മൾ നോൺ വെജൊക്കെ കഴിച്ച് മടുത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ പച്ചക്കറികൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ, വളരെ സിമ്പിൾ, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചെറിയ കറികളൊക്കെയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ രാവിലെ തന്നെ നല്ല കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടിയിട്ടുണ്ട്. അതേ കാണുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നല്ല പച്ച കളറുള്ള പയർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിക്കാവേ. അപ്പോൾ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടിയിട്ടുണ്ട്. പടവലങ്ങ കിട്ടിയിട്ടുണ്ട്, പയർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ കരിമ്പച്ച കളറിലുള്ള പയറാട്ടോ കിട്ടുക. നമ്മുടെ നാട്ടിലെ മറ്റേ വെള്ള കളറുള്ള സൈസ് അച്ചിങ്ങ ഇവിടെ കിട്ടത്തില്ല. ഇങ്ങനത്തെ പയറാണ് കിട്ടുന്നത്. പിന്നെ പടവലങ്ങ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ സ്പെഷ്യൽ പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. നല്ല കയ്പുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക. അതുകൊണ്ട് ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നേ, എപ്പോഴും മേടിക്കും. പിന്നെ തക്കാളി ഉണ്ട്, തേങ്ങയുണ്ട്. അപ്പം എപ്പോഴും കുറച്ച് കുറച്ചേ മേടിക്കത്തുള്ളൂ. നമ്മൾ ഒത്തിരി മേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വാടിയൊക്കെ പോയാൽ എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് മേടിക്കുക. ഇവിടെ എപ്പോഴും നല്ല ഫ്രഷ്, നമ്മുടെ നാട്ടിലേത് വെച്ച് നോക്കുമ്പം നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഇന്ന് ഞാൻ വെക്കുന്നത് ഈ പടവലങ്ങ വെച്ചിട്ട് ഒരു കറിയാണ്. പടവലങ്ങയും തക്കാളിയും പിന്നെ ഇച്ചിരി പരിപ്പ് വേണമെങ്കിൽ ഇടാം. എനിക്ക് പരിപ്പിടുന്നതിന് എനിക്ക് താല്പര്യമില്ല. ഇന്ന് ഇച്ചിരി പരിപ്പിട്ടേക്കാം. പിന്നെ തക്കാളി ഇടാം അതിൻ്റെ കൂടെ. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാവയ്ക്ക കൊണ്ട് നല്ലൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ കറിയും ഈ പടവലങ്ങയും തക്കാളിയും കൂടെ തേങ്ങ അരച്ചിട്ടുള്ള കറിയും പാവയ്ക്കയുടെ മെഴുക്കുവരട്ടിയും പിന്നെ അച്ചാറ്, തൈര്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കോമ്പിനേഷനിൽ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പടവലങ്ങ എല്ലാം ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി അരിയാം. അപ്പോൾ അതേ ഞാനിവിടെ നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലിട്ട് വേവിക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, സവാള ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, നമ്മുടെ പടവലങ്ങ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇച്ചിരി മുളക് പൊടി വേണം.
അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇടാം എല്ലാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇച്ചിരി മുളക് പൊടി ഇട്ട് നമുക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 3 വിസിലൊക്കെ അടിച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് സാധനങ്ങളൊക്കെ എടുക്കുക. പിന്നെ നമ്മുടെ ഒരു കഷ്ണം സവാള അരിഞ്ഞതും 3 തക്കാളി ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പടവലങ്ങ, ഉള്ളി, തക്കാളി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. കറിക്ക് നല്ല കളറൊക്കെ വേണം, എന്നാലേ എനിക്കിഷ്ടമുള്ളൂ. ചില വീടുകളിലൊക്കെ പോയാൽ കറിക്ക് ഒരു കളർ ഉണ്ടാകത്തില്ല, ഒരു വെളുത്തൊക്കെ ഇരിക്കില്ലേ, അതെനിക്കിഷ്ടമല്ല. ഞാൻ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇടുവേ. പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിടണം. ഞാൻ എപ്പോഴും ഇടുന്ന ഉപ്പ് കൂടി പോകാറുണ്ട്, എനിക്ക് വഴക്കും കേൾക്കാറുണ്ട്. നിങ്ങൾ ഉപ്പൊക്കെ കുറച്ചിടണം കേട്ടോ. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിനധികം എരിവില്ലാത്ത കറിയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മുടെ പടവലങ്ങയിലും തക്കാളിയിലൊക്കെ ഒത്തിരി വെള്ളം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഞാൻ പരിപ്പ് ഇടണോ ഇടണ്ടയോ എന്ന് സംശയിച്ച് നിൽക്കുകയാണ്. പരിപ്പിട്ടാൽ നല്ലതാണ്. എനിക്ക് പരിപ്പിടുന്നതിനോട് വലിയ പിടിയില്ല, ഇഷ്ടമല്ല. അപ്പം ഞാൻ പരിപ്പും പടവലങ്ങയും മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പം നിങ്ങളിടുമ്പം ഒരു പിടി പരിപ്പും കൂടെ ഇടുക. അപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിലുള്ള വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വരുത്തിക്കാം. ഈ കുക്കറിൽ ഒരു 3 വിസിലൊക്കെ വന്നാലേ ഇതൊക്കെ നന്നായിട്ട് വേവത്തുള്ളൂ. അപ്പം നമുക്ക് അടുപ്പേൽ തേങ്ങ ഞാനിവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച്, എനിക്ക് ജീരകത്തിൻ്റെ ചുവ അധികം ഇഷ്ടമല്ല, അത് കാരണം കുറച്ച് എടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ വരെയൊക്കെ എടുക്കാം. ഞാനിത് ഇതേപോലെ ഒന്ന് നുള്ളി എടുക്കുമ്പോൾ എത്ര കിട്ടുന്ന അതേ ഇടുന്നുള്ളൂ കേട്ടോ. 1 നുള്ളി ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ചിടുക. പിന്നെ 1 ചുള വെളുത്തുള്ളി. നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പടവലങ്ങയൊക്കെ ഒന്ന് വെന്തോ നോക്കാം. നന്നായിട്ട് വേകണം കേട്ടോ. വെന്തില്ലെങ്കിൽ കൊള്ളില്ല, കല്ല് പോലെ കിടന്നാൽ കൊള്ളില്ല. അപ്പം നന്നായിട്ട് പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റില്ല, ഈ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ഓൾറെഡി ഇതിലിട്ടാണ് വേവിച്ചത്. ഇനിയിപ്പോൾ ഈ കറിക്ക് പച്ച കാന്താരി, മുളക് പൊടിക്ക് പകരം പച്ച കാന്താരി നമുക്ക് ഈ തേങ്ങയിൽ അരച്ച് ചേർക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കിവിടെ പച്ച കാന്താരി ഒന്നും കിട്ടത്തില്ല, അത് കാരണമാണ് ഞാൻ മുളക് പൊടി ഇട്ടത്. പിന്നെ ഇവിടുത്തെ പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു പച്ച ടേസ്റ്റ് വരും അതിൻ്റെ ആ തൊണ്ടിൻ്റെ, അത് കാരണമാണ് ഞാൻ പച്ചമുളക് ഇതിനകത്ത് ഇടാഞ്ഞ് മുളക് പൊടി ഇട്ടത്. അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കറി ഒന്ന് തിള വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. അങ്ങനെ കറി നമുക്ക് ഒന്ന് താളിച്ചിടാം. അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് ചുവന്ന മുളകും കുറച്ച് സവാള കൊത്തി എരിഞ്ഞതും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കളർ കിട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുക്കറിലിരിക്കുന്ന കറി നമുക്ക് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറിയാണ്, ഉപ്പൊക്കെ കറക്റ്റാണ്, നല്ല ടേസ്റ്റൊക്കെയുള്ള കറിയാണ്. അപ്പോൾ നമുക്കിതിവിടെ മൂടി വെക്കാം. ഇനി നമുക്ക് പാവയ്ക്കയുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ പാവയ്ക്ക ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി അതിൻ്റെ കയ്പ്പൊന്ന് പിഴിഞ്ഞ് കളയാണ്. ഇപ്പോൾ ഇവിടുത്തെ പാവയ്ക്ക നല്ല കയ്പ്പുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പിഴിഞ്ഞ് കളയുന്നത്. അപ്പോൾ നമുക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് പാവയ്ക്ക എല്ലാം പിഴിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നല്ലോണം വേണ്ടവർക്ക് എരിവ് ഒത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും ഇച്ചിരി വിനാഗിരി ചേർക്കാറുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇച്ചിരി വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 5-10 മിനിറ്റ്. അപ്പോൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കണ്ട. വെളിച്ചെണ്ണ ഒഴിക്കുക, 2-3 വെളുത്തുള്ളി അതിൽ ചതച്ചിടുക. പിന്നെ നമ്മുടെ ഈ പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ടിട്ട് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഇത്രേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതേ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് കഴിക്കാം. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു കോംബോ ആണ്. അപ്പോൾ എന്ത് കറി വെക്കും എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കാണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. ഇടയ്ക്ക് വെജിറ്റബിൾസൊക്കെ ആക്കിയിട്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.